ഇലക്ഷന് മുന്നേ നമ്മൾ കണ്ടു, നമ്മൾ 3 പേരും കൂടി ഇരുന്നതാണ്. റിസൾട്ട് എല്ലാം വന്നു. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും കൂട്ടാനും കിഴിക്കാനും ഗുണിക്കാനും ഹരിക്കാനും ഒന്നുമില്ല. എന്ത് തോന്നുന്നു? പണിക്കരേട്ടൻ സുഗതനും രണ്ടുപേരുടെ അഭിപ്രായം അറിയണം. ഇതിപ്പം ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഏറെക്കുറെ പ്രതീക്ഷിച്ചൊരു ഫലമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സീറ്റുകളുടെ എണ്ണത്തിൽ ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിലും ഒരു UDFന്റെ ഒരു വലിയൊരു ആധിപത്യം പ്രവചനങ്ങളല്ല ശരിയായി പ്രവചിച്ച ഒരു തെരഞ്ഞെടുപ്പാണ്. അതിൽ പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നുമില്ല. പക്ഷേ എന്നാൽ പോലും അതിനിടയ്ക്ക് ഒളിപ്പിച്ചു വെച്ച ചില അത്ഭുതങ്ങളില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടി വിട്ടുപോയൊരു വിജയം, അതുപോലെ BJPക്ക് 3 സീറ്റ് കിട്ടുന്നു, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിലൊരു ഒട്ടും എനിക്ക് തോന്നുന്നു UDFിലെ കോൺഗ്രസിൻ്റെ തന്നെ കുറേ സ്ഥാനാർത്ഥികളെ നമ്മൾ പേര് പോലും കേട്ടിട്ടില്ലാത്ത, നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത കുറച്ച് പുതുമുഖങ്ങളടക്കമുള്ള ആൾക്കാർ, ഇവർക്കൊക്കെ ഈ തരംഗത്തിൽ ജയിച്ചു വരാൻ പറ്റിയെന്ന് പറയുന്നത് ഒരു വലിയ അത്ഭുതമായിട്ട് തോന്നുന്നുണ്ട് അല്ലേ? അതും പ്രത്യേകിച്ച് CPMന്റെ കോട്ടകളിൽ ഈ തരംഗത്തിൽ കുറേ അധികം പേരങ്ങ് രക്ഷപ്പെടുകയും ചെയ്തു. CPMന് ഉണ്ടായ തകർച്ചയുടെ ഭാഗമായിട്ട് അവരുടെ ഘടകകക്ഷികളായിരുന്നു കുറേ പേർക്ക് കുത്തുലിക്കിൽ ഒഴിച്ചു പോവുകയും ചെയ്തു. കാരണം കേരള കോൺഗ്രസ് മാണി അടക്കമുണ്ട്. ചെറിയ പാർട്ടി, നമ്മൾ നേരത്തെ കഴിഞ്ഞ ചർച്ച പറഞ്ഞ പോലെ തന്നെ ചെറിയ പാർട്ടികളെല്ലാം ഈ രാഷ്ട്രീയ രംഗത്ത് നിന്ന് തന്നെ പോകുന്നൊരു NCP, കേരള കോൺഗ്രസ് M, കോൺഗ്രസ് S, പിന്നെ വേറെ ഏതാണ്ട് കേരള കോൺഗ്രസ് ചെറുതൊക്കെ നിന്നിരുന്നില്ലേ, ടി തോമസിന് അത് NCP ആയിരുന്നു, ജനതാദൾ, ഇതെല്ലാം മാറിക്കിട്ടി. തോമസ് അതെ. അതുപോലെ തന്നെ ഈ CPMന് കഴിഞ്ഞ 5.5 ദശാബ്ദ കാലത്തിനിടയ്ക്കുള്ള ഭരണം നഷ്ടപ്പെടുകയിൽ മൊത്തം ഇന്ത്യയിൽ നിന്ന് തന്നെ മാറിക്കിട്ടി. അവസാനത്തെ കച്ചിത്തുരുമ്പ് അവർക്ക് CPM കേരളത്തിലെ ഭരണമായിരുന്നു, അതും മാറിക്കിട്ടി. ഇനി പിണറായി വിജയൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളതൊക്കെ വേണം ഇനി നമ്മൾ മുന്നോട്ട് ചർച്ച ചെയ്യാനായിട്ട്. ഇതിൽ ഈ ഒരു കേവലം ഭരണവിരുദ്ധ വികാരം മാത്രമല്ല, ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞ ഘടകമുണ്ട്, പ്രധാന ഘടകമാണത്. ശബരിമലയൊക്കെ അതിനൊപ്പം ഈ പാർട്ടിയോട് ജനങ്ങൾക്കുണ്ടായ ഒരു അകൽച്ചയുണ്ട്. എന്നുവെച്ചാൽ CPIയുടെ മറ്റു ഘടകകക്ഷികളുണ്ടല്ലേ, CPM എന്ന് പറഞ്ഞാൽ മുഖ്യ ഇടതുപക്ഷത്തിനെ നയിക്കുന്ന പാർട്ടിയുണ്ടായ ഒരു അകൽച്ച ഇതിലൊരു ഘടകമാണ്. അത് മനസ്സിലാക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടിയിൽ നിന്ന് കലഹിച്ച് പുറത്തു പോയത്, അവർ ഏതെങ്കിലും പാർട്ടിയുടെ ആശയപരമായി കലഹിച്ചു പോയ സുധാകരൻ, ഗോവിന്ദൻ, കുഞ്ഞികൃഷ്ണൻ എല്ലാവരും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു. അതും വളരെ അടുത്താ പോയത് അവർ. അല്ലാതെ ഇവർ വളരെ ഒരു വർഷം മുമ്പ് പാർട്ടിയുടെ കോട്ടകളിൽ നിന്ന് അവകാശം. മലബാർ മേഖലയിൽ CPMന്റെ വിഭാഗീയത എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നമ്മളിപ്പോൾ ഈ ഇലക്ഷനിലൂടെ ഇവരും ജയിച്ചപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ തരംഗം മാത്രമല്ല, പാർട്ടി ജനങ്ങളിൽ നിന്ന് വളരെ വലിയ തോതിൽ അകന്നു പോയി എന്നും കൂടെ നമുക്കൊരു ഇത്. ബംഗാളി മമതയ്ക്ക് പറ്റിയ അതേ ഇലക്ഷനാണിത്. ബംഗാളി മമതയ്ക്ക് പറ്റിയ അതേ സംഗതി. CPMന്റെ അടിത്തറ മൊത്തം ഇളകിപ്പോയി. പണ്ട് അടിത്തറ ആയിരുന്നു അവർക്ക് അരിവാൾ ചുറ്റി നക്ഷത്രം കണ്ടു കഴിഞ്ഞാൽ ഓടി ഒന്ന് കുത്തുന്ന ആ ഒരു അതിനകത്തൊന്നും തികച്ചും വ്യത്യാസം. അത് പാർട്ടിക്കാർ ശരിക്കും പറഞ്ഞാൽ ഒരു പണി കൊടുത്തതാണോ? ആയിരിക്കും. അല്ല, അതുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം പയ്യന്നൂർ, തളിപ്പറമ്പ്, ഇവിടെയൊക്കെ കിട്ടിയ ഭൂരിപക്ഷവും ഈ മത്സരിച്ച സ്ഥാനാർത്ഥികൾക്ക് തയ്യാറെടുപ്പിന് കിട്ടിയ സമയവും ഒക്കെ പരിഗണിക്കുമ്പോൾ പാർട്ടിക്കാർ കൂട്ടത്തോടെ വോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇലക്ഷന് വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ഗോവിന്ദനായാലും ഈ കുഞ്ഞികൃഷ്ണനായാലും, കുഞ്ഞികൃഷ്ണൻ കലഹം കുറച്ച് മുമ്പ് തുടങ്ങിയെങ്കിലും ഗോവിന്ദന്റെ കലഹം എന്ന് പറഞ്ഞത് ശരിക്കും അവിടെ ശ്യാമളെ സ്ഥാനാർത്ഥി ആക്കാൻ തീരുമാനിച്ച ശേഷം മാത്രം. അങ്ങനെ മത്സരിക്കണമെന്ന് സുധാകരൻ തീരുമാനിക്കുന്നത് പോലും വളരെ അതിനുശേഷം പോലും ഇവർ ഇത് ചെയ്യുമ്പോൾ പാർട്ടി വോട്ടുകൾ നന്നായി ചോർന്ന് അവരുടെ പഴയ സഖാക്കൾക്ക് കൊടുത്തു എന്നാണ് മനസ്സിലാക്കാൻ. ഈ 13 മന്ത്രിമാരുടെ പതനം, P. രാജീവ് എല്ലാ ദിവസവും പത്രങ്ങളിൽ തള്ളു തന്നെയായിരുന്നു. ആ തള്ളു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നിപ്പം ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ മനസ്സിലായല്ലേ. അല്ലേ? അതുപോലെ വീണ ജോർജ് ആരോഗ്യരംഗം മൊത്തം കുളവാക്കി അവർ. അല്ല, ഇതൊക്കെ നേരത്തെ തന്നെ ഒരു സൂചനകൾ ജനങ്ങൾക്കുണ്ടായിരുന്നു. അല്ല, സൂചനകൾ ഉണ്ടായിരുന്നു. സൂചന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭരണമാറ്റം ഉറപ്പ് ജനങ്ങൾ പ്രതീക്ഷിച്ചു. പെർഫോമൻസിനെ പറ്റി നിരീക്ഷകരും ഇത് ചെയ്തു. ഇവരുടെ പെർഫോമൻസിനെ കുറിച്ചും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷേ ഈ രാജീവൊക്കെ ഒരു പ്രതീക്ഷ പുലർത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജീവിൻ്റെ വകുപ്പൊക്കെ രാജീവ് നന്നായി കൊണ്ടുനടക്കുമെന്ന് സ്വയം വിശ്വസിച്ചിരുന്നു. പിന്നെ ജനങ്ങളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത നേതാക്കളാണ് ഇവർ മുഴുവൻ. പത്തനംതിട്ടയിൽ ഇപ്പോൾ അല്ലെങ്കിൽ ഇവിടെ ആറന്മുളയിൽ വീണയുടെ കാര്യം,
വീണ അവിടുത്തെ പാർട്ടി സഖാക്കളായിട്ടൊന്നും ബന്ധമില്ല. അവർക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ പാർട്ടി അല്ല, നേതൃത്വം എന്റെ മണ്ഡലമാണ്. അവര് പാർട്ടി പരിപാടികളിൽ പോകാറില്ല, ഫോൺ വിളിച്ചാൽ എടുക്കാറില്ല. മന്ത്രിമാരുടെ ഓഫീസുകളും ജനങ്ങളുമായിട്ടുള്ള വലിയ ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മറിച്ച് കോൺഗ്രസ്സുകാർ ഭരിക്കുമ്പോൾ അങ്ങനെ അല്ലായിരുന്നു. പക്ഷേ ഇവരുമായിട്ട് അടുത്ത് നിന്നിരുന്ന, അല്ലെങ്കിൽ ദേശാഭിമാനിലുണ്ടായിരുന്ന, അല്ലെങ്കിൽ CPM ഉണ്ടായിരുന്ന, SFIയിലുണ്ടായിരുന്ന കുറച്ച് പഴയകാല പത്രപ്രവർത്തകരെ ഇവരുടെ ഓഫീസിലിരുത്തി ഒരു PR പണിയാണ് മിക്കവാറും ഒക്കെ ചെയ്യുന്നത്. വീണ ജോർജ് ഒരു ദിവസം എനിക്ക് തോന്നുന്നു രാവിലെ 11 മണിക്ക് ഒരു പ്രസ് റിലീസ്, വൈകുന്നേരം 4 മണിക്ക് ഒരു പ്രസ് റിലീസ്. ഇതിങ്ങനെ മുടങ്ങാതെ ഈ പ്രസ് റിലീസ് വഴിയാണ് ശരിക്കും പറഞ്ഞാൽ അവർ ജീവിച്ചിരുന്നത് തന്നെയെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് ജനങ്ങളുമായിട്ട് ഒരുപാട് ഇടപെടുന്ന വകുപ്പുകളാണ് ഈ ആരോഗ്യം, വിദ്യാഭ്യാസം, മറ്റേ അല്ലെങ്കിൽ റവന്യൂ, അല്ലേ, ഇങ്ങനെയുള്ള വകുപ്പുകളിലേക്ക് ഇരിക്കുന്ന മന്ത്രിമാർ പൊതുവിൽ അവർ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ജനങ്ങളുമായിട്ട് വളരെ നന്നായി പെരുമാറുക, ഇടപഴകുക. അല്ലെ, ഡോക്ടർമാരൊക്കെ ഒരുപാട് ഉദ്യോഗസ്ഥ തലത്തിലും ഈ സർക്കാരിനോട് എതിർപ്പുണ്ടായതുകൊണ്ട് ഡോക്ടർമാർക്കൊന്നും ഈ ഒരു കാലത്തും ഈ സർക്കാരുമായിട്ട് യോജിച്ചു പോകാൻ പറ്റിയിരുന്നില്ല. പലപ്പോഴും സമരങ്ങൾ, പ്രശ്നങ്ങളൊക്കെയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ജനങ്ങളെയും അതേസമയം തന്നെ ഈ സംവിധാനത്തിലുള്ളവരെയും വെറുപ്പിച്ചു. പക്ഷേ രവീന്ദ്രനാഥ് സാറിനെ പോലെ ഒരാളെ തിരിച്ചു കൊണ്ടുവന്ന് മത്സരിപ്പിച്ചപ്പോൾ അതേ ജയിച്ചു ഈ ബഹളത്തിൻ്റെ ഇടയിൽ. അല്ല, അതാണ് ജനങ്ങളോട് ബന്ധമുള്ള ആളുകളുടെ ഒരു പ്രശ്നം മനസ്സിലാക്കണം. അവിടെ തോറ്റുപോയതാരാ? പ്രതാപൻ. അതും ഈ തരംഗത്തിന്റെ ഇടയിൽ പ്രതാപൻ തോറ്റുപോയി. അവിടെയാണ് ഈ പ്രശ്നം. രണ്ടും പ്രതാപനെ കുറിച്ച് മണ്ഡലത്തിൽ പോലും വലിയ അതെ, ജനങ്ങളുമായിട്ട് ബന്ധമില്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാപട്യക്കാരനായ ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള ഒരു ലേബലും അദ്ദേഹത്തിനുണ്ട്. ഒരു കണ്ണിങ് ആണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുറത്ത് കാണുന്നതല്ല, പുള്ളി പറയുന്നതും കാണിക്കുന്നതും അല്ല യഥാർത്ഥ വ്യക്തി എന്നൊരു പൊതുവായ ധാരണ വോട്ടർമാർക്കിടയിലും കോൺഗ്രസ്സുകാർക്കിടയിലും ഉണ്ട്. അതുപോലെ കോൺഗ്രസിന് തന്നെ BJP വന്ന പത്മജയ്ക്ക് ഒരിക്കലും MLA സ്ഥാനം വിധിച്ചതല്ല എന്ന് ഈ ഹാട്രിക് ഇതിലും കൂടി. പക്ഷേ ഈ തൃശ്ശൂരിനെ സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ നിന്ന് പണിയെടുക്കുന്ന ആളുകൾ ജയിക്കും. ഇതൊരു സ്ഥാനാർത്ഥിയാവുന്ന ഘട്ടത്തിൽ മാത്രമല്ല. സുരേഷ് ഗോപി നമുക്കൊരു ഉദാഹരണം. അപ്പോൾ 4 വർഷം 5 വർഷം കഷ്ടപ്പെട്ടു നിന്നു അവിടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാൻ മുൻകൈ എടുത്തു. അതൊക്കെ സ്വന്തം ഇതിലാണ്. പാർട്ടി സംവിധാനങ്ങളൊക്കെ മാറിയുന്ന സമയത്ത് സ്വന്തമായിട്ടൊരു ടീമിനെ ഉണ്ടാക്കി പുള്ളി ചെയ്യായിരുന്നു. അത്തരം നീക്കങ്ങളൊക്കെ വളരെ. പിന്നെ സമൂഹത്തിൽ ഇടപെട്ട് പുള്ളി ഏത് ക്ലബിന്റെ പരിപാടിക്കും പുള്ളി പോകുമായിരുന്നല്ലോ. സഹായം വേണ്ടുന്നവർക്ക് സഹായം ചെയ്യും, കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും ഇടപെടൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കും. ഇതെല്ലാം അതാണ് ഈ ശരിക്കും പറഞ്ഞ പാർട്ടി. അല്ലാതെ പുള്ളിയുടെ ഒരു സ്റ്റാർഡം കൊണ്ട് മാത്രം ജയിച്ചതല്ല, മാത്രമല്ല നന്നായിട്ട് അവിടെ പണിയെടുത്തു. അതുപോലെ ഇതിൻ്റെ ഇടയ്ക്ക് കാണാതെ പോകാൻ നമുക്ക് ഇരിക്കാൻ പറ്റില്ല. സന്ദീപ് വാര്യരെ വിജയം BJP പോകുന്നു. സന്ദീപ് വാര്യർ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുന്നത് സത്യത്തിൽ പാർട്ടിയുടെ ഒരു അവഗണനയിൽ മനംനൊന്ത് തന്നെയാണ്. അല്ലാണ്ട് പാർട്ടിയോട് വേറെ തലവെച്ചൊന്നുമല്ല. പക്ഷെ അതിനുശേഷം വന്ന് അതിൽ കോൺഗ്രസിൽ വന്നു ഒരിക്കലും കോൺഗ്രസിന് കടന്നു കയറാൻ പറ്റാത്ത ഒരു മണ്ഡലം എന്ന് പറയുന്ന ചോദിച്ചു വാങ്ങി അവിടെ VPP മുസ്തഫയെ പോലുള്ള ഒരു പ്രമുഖനായ നേതാവ് പരാജയപ്പെടുത്തി അത് ജയിച്ചു വന്നു. അപ്പൊ അത്തരം വിജയങ്ങൾ ഇതിന്റെ അകത്തൊരു. ശോഭാ സുരേന്ദ്രൻ പാലക്കാട് ജയിക്കും എന്ന് പറഞ്ഞവരെ അവിടെ കണ്ടു നിർത്തിയതാ. അവസാനം വോട്ടിങ്ങിന്റെ അന്ന് തന്നെ കുളവാക്കി അവരെ. ശോഭാ സുരേന്ദ്രനെ ശരിക്കും സന്ദീപ് വാചസ്പതി മത്സരിച്ച ആലപ്പുഴയിലെ മണ്ഡലത്തിലായിരുന്നു ശരിക്കും അവർ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടിയിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. കാരണം സന്ദീപ് അവിടെ 32,000 വോട്ട് സന്ദീപ് വാചസ്പതി പിടിച്ചു. അവിടെ ഇപ്പോൾ ശോഭയായിരുന്നെങ്കിലോ? അല്ല, കാരണം ശോഭ അവിടെ നേരത്തെ വർക്ക് ചെയ്തിരുന്നതാണ്. ഇത്തവണ പ്രധാനമായിട്ടും ഈ തിരുവനന്തപുരം ഒഴിച്ച് പാർട്ടി A ക്ലാസ് മണ്ഡലം എന്നും വിജയസാധ്യത എന്നൊക്കെ പറഞ്ഞിരുന്ന മണ്ഡലങ്ങളിലൊക്കെ നോക്കി അവിടെയൊക്കെ വോട്ട് വളരെ താഴെ പോയി. ഈ പാർട്ടി എന്നാൽ പ്രതീക്ഷിക്കാത്ത മണ്ഡലങ്ങളിൽ വരികയും ചെയ്തു. ഈ തിരുവല്ല പോലുള്ള മണ്ഡലങ്ങളിൽ വരികയും. BJP പൊതുവെ വോട്ടിന്റെ പെർസെൻറ്റേജ് നിലനിർത്തിയിട്ടുണ്ട്. അതിൽ ഹൈയും ആക്കി. ഇപ്പം ഈ ഒന്നുമല്ലാത്ത 2020 അഞ്ജലി നായർക്ക് ഏതാണ്ട് 15-16% വോട്ടോ മറ്റേ പറഞ്ഞു. അല്ല, ഇതവൻ്റെ തെരഞ്ഞെടുപ്പിൽ പെർസെൻറ്റേജ് നിലനിർത്തുന്നതിലല്ല കാര്യം. ഒരു വിജയത്തിൽ തന്നെ വിജയത്തിലാണ്. ആ ഇതിലേക്ക് കഴിഞ്ഞ 5 വർഷം കൊണ്ട് എത്താൻ കഴിഞ്ഞില്ല. പാലക്കാട്, തൃശ്ശൂർ, അവരുടെ A ക്ലാസ് മണ്ഡലങ്ങളായ പല മലമ്പുഴ അതിലൊരു കാര്യം വെച്ചാൽ എനിക്ക് തോന്നുന്നത് പാലക്കാട് പാർട്ടി എത്ര ശക്തമാണോ അത്രത്തോളം ശക്തമാണ് ഗ്രൂപ്പിസം. എന്ത് ഡീലുണ്ടെന്ന് പറയുകയാണെങ്കിലും ചാത്തന്നൂർ ജയിച്ചില്ല ഇത്തവണ. അത് നിശബ്ദമായിട്ട് വർക്ക് ചെയ്തു. അയാൾ അവിടെ നിന്നു. അതായത് ഗോപകുമാർ കഴിഞ്ഞ 2 പ്രാവശ്യം 10 കൊല്ലമായിട്ട് അദ്ദേഹം അവിടെ തന്നെ നിന്ന്
വലിയ ഹൈപ്പൊന്നും കൊടുക്കാതെ. അതിനിടയ്ക്ക് തിരുവനന്തപുരം നോർത്താ, തിരുവനന്തപുരം സൗത്തിലോ മറ്റേ ഏതാണ്ട് 29 തൊട്ട് അവസാനം വരെ BJP-കാരൻ നിന്ന് തിരുവനന്തപുരം സെൻട്രലിലും ഈ പറഞ്ഞ രീതിയിൽ പാർട്ടിക്ക് അത്യാവശ്യം മത്സരിച്ചാൽ ജയിക്കാവുന്ന, പണിയെടുത്ത് ജയിക്കാവുന്ന ഒരു മണ്ഡലം. എന്നുവെച്ചാൽ ശ്രീശാന്ത് നിന്നു, കൃഷ്ണകുമാറൊക്കെ നിന്ന മണ്ഡലമാണിത്. ഈ മണ്ഡലത്തിലേക്ക് നമ്മൾ കോർപ്പറേഷൻ ഭരിക്കുന്ന ഒരു സമയമാണ് BJP-ക്ക് ഒരു പക്ഷേ അവിടെ ഒരു സ്ഥാനാർത്ഥിയെ വളരെ മുൻപ് തന്നെ നിശ്ചയിച്ച് അവിടെ പ്രവർത്തിക്കുകയായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ കുമ്മനം രാജശേഖരനെ പോലുള്ള ആൾക്കാരെ ആറന്മുള കൊണ്ട് നിർത്താതെ ഒരുപക്ഷെ തിരുവനന്തപുരത്ത് തന്നെ അദ്ദേഹം താമസം അവിടെ തന്നെയാണ്. അദ്ദേഹത്തോട് അവിടെ തന്നെ 2 കൊല്ലം മുന്നേ അതുകൊണ്ട് പണി തുടങ്ങിക്കോന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് മുരളീധരൻ അത് ചെയ്തല്ലോ. കൂടുതലും BDJS-നെയും 2020-ക്കും ഏറ്റവും കൂടുതൽ സീറ്റ് കൊടുത്താണ് BJP-ക്ക് പറ്റിയ ആദ്യത്തെ അപകടം. അത് ഒരു സമൂഹത്തിൽ വില നിലയില്ലാത്ത സ്റ്റീൽ കച്ചവടക്കാരനെ കടുത്തിരുത്തി നിന്ന് മോൻസിനെതിരെ നിന്നത് ഒരു കച്ചവടക്കാരനെയാണ്. അയാൾക്ക് ശരിക്കും BDJS-ഉമായിട്ട് വലിയ ഞാൻ സുരേഷ് അതെ അല്ല എന്നെ പറ്റി ഈ ഇവരൊരു അലയൻസ് വരുന്ന പോലും ഈ അടുത്ത സത്യത്തിൽ ഒരു തയ്യാറെടുപ്പിന് സമയം കിട്ടില്ല. അവർ പോലും 20 സീറ്റ് പ്രതീക്ഷിക്കുന്നില്ല. 27 സീറ്റല്ലേ അത്രയും സീറ്റ് വാരി കോരിക്കെടുത്തപ്പോൾ അവർ സ്ഥാനാർത്ഥികളെ കണ്ടെത്തണ്ടേ? കാര്യം ഈ പരിചയമില്ല. കുന്നനാട്ടിലും എറണാകുളം ജില്ലയിലെ ചില പോക്കറ്റുകളിലും മാത്രം സജീവമായി നിൽക്കുന്ന പാർട്ടി. മറ്റു സ്ഥലങ്ങളിൽ യൂണിറ്റുകളുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ സജീവമായ പാർട്ടിക്ക് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം സ്ഥാനാർത്ഥിയെ കണ്ടെത്തലൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ചെയ്യേണ്ടി വരുന്നത് അവർക്ക് പ്രധാനപ്പെട്ട ചില സീറ്റുകൾ കൊടുത്തിട്ട് ബാക്കി സീറ്റുകളിൽ BJP തന്നെ ഇത് ചെയ്യായിരുന്നു വേണ്ടത്. ഒരു ധാരണ അതിനും തയ്യാറായില്ല. അതിൽ BJP പരാജയപ്പെട്ടു എന്നുള്ളതാണ്. BJP ഇടപെട്ടില്ല. അത് ശരിക്കും എന്തോ മുന്നണി മര്യാദ എന്നൊക്കെ പറഞ്ഞവർ അതിൽ നിന്ന് മാറി നിന്നപ്പോൾ അവർക്ക് തോന്നിയതുപോലെ കുറേ സ്ഥാനാർത്ഥികളെ അവിടെ ഇവിടെ എല്ലാം കൊണ്ടുപോയി നിർത്തി. ഇപ്പം ഇത് മുൻകൂട്ടി പറയാനില്ല. 6 സീറ്റിൽ ഈ പരാജയങ്ങളിൽ നിന്നോ ഇതിൽ നിന്നൊന്നും ഈ 3 സീറ്റിന് വലിയ പർവ്വതീകരിച്ചുള്ള പ്രചരണം നടത്തി കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രീതിയൊക്കെ പിടിച്ചു പറ്റുക എന്നല്ലാതെ ഇതിൽ നിന്ന് മുന്നോട്ട് പോകാൻ സ്റ്റെപ്പ് ഇവർ എടുക്കുന്നില്ല. അതാണ് അത് ഇതിന്റെ ഇലക്ഷന്റെ ഒരു മാസം മുമ്പ് വലിയ തോതിലുള്ള പ്രചരണങ്ങൾ നടത്തിയാലും ജയിക്കില്ല. കാരണം വെച്ചാൽ ഇപ്പൊ ജനങ്ങളുമായി ബന്ധപ്പെട്ട് ഇടപെട്ട് നിൽക്കുന്നതാണ് ഇനി സാധ്യത. അല്ല, ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഈ ഹിന്ദു വോട്ടുകൾ ഇവരുടെ ഈ അമിതമായ ഒരു ക്രിസ്ത്യൻ പ്രീണനത്തിലേക്ക് പോയോ എന്നൊരു സംശയത്തിൽ കോർ ഹിന്ദു വോട്ടുകൾ BJP-യിൽ നിന്ന് കുറേ നഷ്ടപ്പെട്ടിട്ടുണ്ടാവണമല്ലോ. എനിക്ക് തോന്നുന്നത് ഈ ഹൈന്ദവ വോട്ടുകൾ BJP എത്രത്തോളം വിശ്വസിക്കുക വോട്ടർമാർ എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ 2 മുന്നണികൾ, ഇടത് വലത് മുന്നണികളിൽ പ്രധാനമായും ടാർഗറ്റ് ചെയ്യുന്നത് ന്യൂനപക്ഷ വോട്ടുകളെയാണ്. അവരെ പ്രീണിപ്പിക്കാനുള്ള എല്ലാ നടപടികളും അവർ ചെയ്യുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കാലാകാലങ്ങളായിട്ടുള്ള ഒരിതാണ്. അതിൻ്റെ കൂടെ ഇതിന് വിരുദ്ധമായി നിൽക്കുന്ന BJP കൂടി അത് ചെയ്യുമ്പോൾ ഈ പൊതുവിൽ ഹൈന്ദവ വോട്ടുകാർ അവർക്ക് സംശയം തോന്നും. അല്ല, എനിക്ക് തോന്നുന്നു അതൊരു ഘടകമായിട്ടുണ്ട്. അല്ല, എനിക്ക് തോന്നുന്നു ഗുരുവായൂർ മത്സരിച്ച അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ മാത്രമായിരിക്കും ഒരുപക്ഷെ ഒരു ഹിന്ദു കോസ് അല്ലെ ഹിന്ദു ഇഷ്യൂ ഒരു അൾട്രാ ധൈര്യം കാണിച്ചത്. അതിന്റെ ഗുണമുണ്ടായി. 5000 വോട്ടൊക്കെ അവിടെ കൂടുതൽ കിട്ടി. ഞാൻ പറയട്ടെ, ഇപ്പം BDJS ശരിക്കും SNDP-യുടെ വേറൊരു ഇതായിട്ട് അവരുടെ ഈഴവരെയൊക്കെ ഒരുപാട് ഈഴവർ അതിനകത്ത് മെമ്പർഷിപ്പ് ഉണ്ട്. ഇവരിൽ എത്ര പെർസെന്റ് BJP-ക്ക് വോട്ട് ചെയ്ത് കാണും? അല്ല, അതിലൊരു ഒരു കാര്യം അത് പറയുമ്പോൾ ഒരു കാര്യം പറയാം. ഈ NDA മുന്നണി എന്ന നിലയിൽ വളരെ ശക്തമായൊരു കാലം ഉണ്ടായിരുന്നു. CK ജാനു, അതുപോലെ BDJS, ഇവരെ ചേർത്ത് പിടിക്കാൻ കേരളത്തിലെ BJP എന്ത് ചെയ്തു? തിരുവനന്തപുരത്ത് നാടാന്മാരെ BDJS-നെ ചേർത്ത് പിടിക്കാൻ കൃഷ്ണപുരം ചന്ദ്രശേഖരന്റെ കൂടെ എന്തുകൊണ്ട് തുഷാർ വെള്ളാപ്പള്ളിക്ക് ഒരു രാജ്യസഭാ സീറ്റ് കൊടുത്ത് രാജ്യസഭയിൽ എത്തിക്കാൻ ശ്രമിച്ചില്ല? അതുപോലെ CK ജാനു ഒരു മൈനോറിറ്റി കമ്മീഷന്റെ നാഷണൽ കമ്മീഷൻ ഒരു മെമ്പർ എന്നെങ്കിലും ശ്രമിച്ചില്ല. എത്രയോ സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളുണ്ട്. അവിടെയൊക്കെ ഈ പറയുന്ന ഘടകകക്ഷികളെയും അതുപോലെ നമ്മൾ ഇവരെ പിന്തുണയ്ക്കുന്നവരെയൊന്നും അക്കോമഡേറ്റ് ചെയ്യാനോ അതിനൊന്നും സ്ട്രാറ്റജി ഉണ്ടാക്കിയില്ല. എന്നുവെച്ചാൽ കേരളത്തിലെ ഈ BJP നേതൃത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖരൻ വരെ എത്തി നിൽക്കുന്നവർ മുഴുവൻ പൂർണ്ണ പരാജയമായിരുന്നു. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ വന്നിട്ട് ഇവിടെ അത്ഭുതമൊന്നും കാണിച്ചിട്ടില്ല. കാരണം അയാൾ കൃത്യമായി കുറച്ച് പണിയെടുത്തു കുറച്ച്. പക്ഷെ എന്നാൽ പോലും തെറ്റുകൾ തിരുത്തി പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള നടപടികൾക്ക് കഴിയില്ല. അല്ല, പിന്നെ ഈ മൊത്തത്തിലുണ്ടായ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നതിനകത്തുനിന്നാണ് ഈ 3 സീറ്റ്. കാരണം 2 CPM സീറ്റുകളും ഒരു CPI സ്ഥാനാർത്ഥിയും പരാജയപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ അത്
കോൺഗ്രസിന് കിട്ടിയതിന്റെ കൂട്ടത്തിൽ കിട്ടി. BJPക്കും 3 സീറ്റ് കിട്ടി. അല്ലാതെ കോൺഗ്രസിനെ തോൽപ്പിച്ചിട്ടല്ല BJP അല്ല 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 വന്നി അല്ല. അവിടെ അതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഭരണവിരുദ്ധ വികാരത്തിന്റെ ഒരു ആനുകൂല്യം. ഒരു ഗുണഭോക്താവായിട്ട് BJP മാറ്റി നിർത്തിയാൽ പിന്നെ CPM എന്ത് ചെയ്യും എന്നുള്ളതാണ് അടുത്തത്. അല്ല, CPM എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം CPM നേരിടാൻ പോകുന്ന പ്രതിസന്ധി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ കണ്ടുപിടിക്കും. പ്രതിപക്ഷ നേതാവിനെ കണ്ടെടുത്ത ഒരു പ്രതിസന്ധിയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സതീശിനെ പോലെ ഇത്ര ആക്റ്റീവായ, അല്ലെങ്കിൽ മുമ്പ് VS അച്യുതാനന്ദനെ പോലെ ശക്തനായ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു പാർട്ടി. ഇപ്പൊ കഴിഞ്ഞ 5 വർഷം ശക്തമായി UDF നയിച്ചിരുന്ന പ്രതിപക്ഷ നേതാവിന് കേരളം വളരെ പ്രതീക്ഷയോടെ കാണുന്ന ഒരു സംസ്ഥാനമാണ്. പ്രതിപക്ഷ നേതാവിന് വളരെ റോളുണ്ട്. ജനകീയ പ്രതിപക്ഷ നേതാക്കന്മാരെല്ലാം അതുപോലെ ആയിരുന്നു, അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ സ്ഥാനത്തേക്ക് ഇപ്പൊ നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന നേതാക്കളുടെ എണ്ണം വളരെ ഈ ജയിച്ചു വന്നിരിക്കുന്ന LDF MLA-മാരിൽ ഒരു സൗമ്യ സ്വഭാവക്കാരനും എന്നാൽ വലിയ ബഹളമില്ലാത്ത ഒരാൾ KN ബാലഗോപാലാണ്. പക്ഷെ KN ബാലഗോപാലിലേക്ക് എത്തുമോ എന്നുള്ള പറയാൻ പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സജി ചെറിയാനുണ്ട്, മുഹമ്മദ് റിയാസ് ഉണ്ട്. അല്ല, റിയാസിനെ മിക്കവാറും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധ്യതയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പാർട്ടി തന്നെ വല്ലാത്ത അല്ല അത് പറഞ്ഞേക്കെ. അങ്ങനെയാണെങ്കിൽ പാർട്ടിയിൽ ആ ഒരു പ്രശ്നത്തെ അവർ പരിഗണിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ തളിപ്പറമ്പിൽ ഇവര് പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടി ജനങ്ങൾ എന്ത് വിചാരിക്കുന്നു എന്നൊന്നും അല്ല പാർട്ടി നോക്കുന്നത്. ഇപ്പം പഴയ CPM അങ്ങനെയായിരുന്നു. ഒരു ജനവികാരം മാനിച്ച് അങ്ങനെ മോൾ തലത്തിൽ നിന്ന് ഒരു തീരുമാനം വരുന്നു, അത് താഴെ തലത്തിൽ നടപ്പാക്കുന്നു. അല്ലാണ്ട് ഈ ശരിക്കും ആരോഹണം അവരോഹണം അല്ല. അതുപോലെ തന്നെ CPM-ന്റെ കൂടെ നിന്നിട്ട് CPI നിലംപരിശായി പോയില്ലേ? അല്ല, CPI പണ്ട് അച്യുതമേനോന്റെ കൂടെ നടന്ന് ഐക്യമുന്നണി രൂപീകരിക്കുമ്പോൾ ഇവരെന്ത് കയ്യിലായിരുന്നു സമൂഹത്തിൽ? അത് കാലകാലങ്ങളായിട്ട് പോയി ഇത്തവണയും പലരും പാർട്ടി തന്നെ അവരോട് വേണ്ട, ഇത്തവണ CPM-ആയിട്ട് നിൽക്കണ്ട, LDF-ൽ നിന്നും മാറാം. അതായത് പല പീഡനങ്ങളും ഇവർ അനുഭവിക്കേണ്ടി വന്നപ്പോഴത്തേക്ക് ബിനോയ് വിശ്വത്തിന്റെ നേതൃത്വം ഇത്രയും കാൽച്ചോട്ടിക്കൊണ്ട് ഇവരെ കെട്ടിയത്. പിന്നെ ഇത്തവണ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന മലയോര കർഷകരുടെയും ക്രൈസ്തവരുടെയും മൊത്തം ഒരു പ്രാതിനിധ്യം അവകാശപ്പെടുന്ന ഒരു പാർട്ടി സംപൂജ്യരായി. ശരിക്കും എനിക്ക് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവർക്ക് UDF-ലേക്ക് വരാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ചർച്ചകളും നടന്നിരുന്നു. പക്ഷെ റോഷിന്റെ ഒരു പിടിവാശി ആണ് തകർത്തതെന്നാണ് പൊതുവിൽ വിശ്വസിക്കപ്പെടുന്നത്. അങ്ങനെയാണ്. അല്ല, മത്സരിക്കാൻ ജോസ് കെ മാണിക്ക് താല്പര്യം പോലും ഇല്ലായിരുന്നു. അവസാന സ്ഥാനാർത്ഥി റോഷി തന്നെയാണ് സ്ഥാനാർത്ഥി ആക്കിയത്, നിർബന്ധിച്ചത്. പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിക്കുകയാണ്. പിന്നെ കന്നി അംഗത്തിനിറങ്ങിയ അപ്പു ഈ ഇളക്കണ്ടല്ലേ 41,000 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയില്ലേ തൊടുപുഴയെന്ന്? അന്നേരം തന്നെ ഈ ഭരണവിരുദ്ധ വികാരം തൊടുപുഴയിലൊക്കെ M.M. മണിയുടെയൊക്കെ നാടാണ്. M.M. മണിയുടെ നാടൊക്കെ മൊത്തം പോയി. അല്ല, ഈ അപ്പൂൻ്റെ ആണെങ്കിലും ഒരു ശരീരഭാഷ പോലും ഒരു ജോസഫിനോട് സാമ്യമുള്ള ജനങ്ങള് അത്യാവശ്യം അക്സെപ്റ്റ് ചെയ്യുന്ന, കാരണം വലിയ നേതാവായതുകൊണ്ട് മാത്രമല്ല, ജോസ് കെ മാണിയെക്കാളും ജനങ്ങൾക്ക് ഇഷ്ടം തോന്നുന്നു. അയാൾ ഒന്നും അല്ലെങ്കിൽ പോലും ആ ഒരു ജോസഫിന്റെ ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന ആളാണ്. നമ്മൾ KB ഗണേഷ് കുമാറിന് അങ്ങനെയല്ല. KB ഗണേഷ് കുമാർ ഒരു അല്ല, ഏറ്റവും വലിയ മാടമ്പിത്തരം കാണിക്കുന്ന PC ജോർജിന്റെ മകൻ എന്ത് സൗമ്യമായിട്ടാണ് നാട്ടുകാരുടെ വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസം അത് അവിടെ കണ്ടല്ലോ. 3-ാം സ്ഥാനത്ത് പോയെങ്കിൽ പോലും ശരിക്കും തുടർന്ന് പാലായിൽ നിന്ന് പണിയെടുത്താൽ ചിലപ്പോ അടുത്ത പ്രാവശ്യം അതല്ല, പാലായിൽ വളർന്നു വരുന്ന നേതാക്കളുടെ എണ്ണം വളരെ കുറവാണ്. ഒരു 21 വയസ്സുകാരി മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയിരിക്കുന്ന മണ്ഡലം അത്. കാരണം ബിനു പുളിയേക്കാട് ഒരു ഫാമിലി തന്നെ ആണ് അവിടുത്തെ ഭരണാധികാരി. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഈ പാലായിൽ നിന്ന് അങ്ങനത്തെ ഒരു സ്ട്രാറ്റജിയിലേക്ക് BJP മാറിയാൽ ചിലപ്പോ BJPക്ക് ഈ പറഞ്ഞ പോലെ 6-7 മണ്ഡലങ്ങളിൽ അവരിപ്പോൾ 2-ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. ഈ അവിടെ ഇപ്പം മത്സരിച്ചവരെ സ്ഥിരമായിട്ട് വീടെടുത്ത് കൊടുത്ത് അവിടെ തന്നെ താമസിപ്പിക്കണം. ശരിക്കും CPM-ന്റെ തകർച്ച കോൺഗ്രസിന് വേണം ഈ അടുത്ത BJPക്ക് 5 വർഷം കൊണ്ട് മുതലെടുക്കാം. 5 വർഷം കഴിയുമ്പോൾ വേണമെങ്കിൽ പ്രതിപക്ഷത്തേക്ക് പോവാം. കാരണം CPM ഏകദേശം ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് പോവുക. അങ്ങനല്ലേ ചേട്ടാ ബംഗാളിൽ വന്നേ? 3-ൽ നിന്ന് തുടങ്ങി പതുക്കെ ഒരു സീറ്റായിട്ടാണ് ബംഗാളിൽ കിട്ടിയത് CPM-ന് ഒരു സീറ്റ്. അല്ല, ഇതിപ്പോ അതുപോലെ തന്നെ പ്രധാനമാണ് കോൺഗ്രസിലൊരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ചർച്ചകളും അതുപോലെ മന്ത്രിമാരും. ഈ സീറ്റ് കിട്ടി അതോടെ തലവേദന ഒഴിഞ്ഞു എന്നല്ല, തലവേദന കൂടി എന്നുള്ളതാണ് UDF-ന്റെ ഏറ്റവും വലിയ ഒരു തുടക്കത്തിലെ ഈ ഇത്തരം ചർച്ചകൾക്ക് വഴിയിട്ടത്
എറണാകുളം DCC പ്രസിഡന്റ് ഷിയാസാണ് എറണാകുളത്തു നിന്നൊരു മുഖ്യമന്ത്രി വേണം എന്ന് പറഞ്ഞ് സതീശനെ പിരികേറ്റാനും ആ രീതിയിലുള്ള ഫ്ലെക്സ് ബോർഡുകൾ വരാനും ഒക്കെ കാര്യം. പക്ഷെ അതൊക്കെ പെട്ടെന്ന് തന്നെ തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. 10-ാം തീയതിയോടുകൂടി ഹൈക്കമാൻഡിനെ കാണുന്നതോടെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു അന്തിമമായ പറ്റില്ല. അതിൽ ഒരു പ്രശ്നം വെച്ചാൽ കർണാടക തെരഞ്ഞെടുപ്പിൽ സിദ്ധരാമയ്യയും DK ശിവകുമാറും കൂടിയാണ് നയിച്ചത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ധരാമയ്യ എന്ന് പറഞ്ഞാൽ ജനതാദളിൽ നിന്ന് വന്നൊരു നേതാവാണ്. DK ശിവകുമാർ തുടക്കം പോലെ കോൺഗ്രസിനൊപ്പം നടക്കുന്ന ആളാണ്. ആ തെരഞ്ഞെടുപ്പിൽ ശരിക്കും ആളും അർത്ഥവും കൊടുത്ത് പണിയെടുത്ത ഒരാൾ DK ശിവകുമാർ. DK ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 2.5 വർഷമെങ്കിലും എത്തുമെന്ന് കരുതിയ ഇതാണ്. അങ്ങനെ ഒരു ധാരണ എങ്ങനെയുണ്ടാന്ന് പറഞ്ഞു. പക്ഷേ DK ശിവകുമാറിന് എത്താൻ കഴിഞ്ഞില്ല. അപ്പൊ കോൺഗ്രസ് ആയതുകൊണ്ട് പണിയെടുത്തത് കൊണ്ടോ പാർട്ടി നയിച്ചതുകൊണ്ടോ മാത്രം മുഖ്യമന്ത്രിയാവുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ചെന്നിത്തലയായിരുന്നു കഴിഞ്ഞ തവണ ഇലക്ഷൻ വരെ പണിയെടുത്തതും ഒരുപാട് വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നും വലിയ പ്രതിപക്ഷ നേതാവായിരുന്നു. പക്ഷെ പുതിയ പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുപ്പ് ഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ സതീശൻ വന്നു. പണിയെടുത്തു. പക്ഷെ എന്നാൽ പോലും തീരുമാനങ്ങളും ഇതൊന്നും വെച്ച് നമുക്ക് കോൺഗ്രസിനെ വിലയിരുത്താൻ പറ്റില്ല. കോൺഗ്രസിലൊക്കെ പ്രത്യേക ചില സമവാക്യങ്ങളൊക്കെ പെട്ടെന്ന് രൂപപ്പെട്ടു വരും. അതുകൊണ്ട് അതുകൊണ്ട് സതീശൻ തന്നെ മുഖ്യമന്ത്രി ആവുമെന്ന് പറയാൻ പറ്റില്ല. ആഗ്രഹമുണ്ടെങ്കിൽ KC വേണുഗോപാലാവാം, അല്ലെങ്കിൽ അതെ തിരുവഞ്ചൂർ വേണമെങ്കിൽ അർഹനാണ്, K മുരളീധരൻ അർഹനാണ്. അങ്ങനെ ഒരു നിര നേതാക്കൾ തന്നെ കോൺഗ്രസിലുണ്ട്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു അവര് പറയും ഞങ്ങൾ സ്മൂത്തായിട്ട് തിരഞ്ഞെടുക്കും, അതിനൊരു സിസ്റ്റം ഉണ്ട്, ഹൈക്കമാൻഡ് ഉണ്ടെന്നൊക്കെ പറയുമെങ്കിൽ പോലും അതിന്റെ അകത്തുള്ള കലഹം ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ വീട്ടിൽ വഴക്കൂടിക്കൊണ്ടിരും, പുറത്തുനിന്ന് ഒരാൾ കയറി വരുമ്പോൾ പെട്ടെന്ന് സൈലന്റ് ആയിട്ട് ഇരിക്കില്ലേ. റൂം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വലിയ കലഹ. അപ്പൊ അതൊക്കെ ഉണ്ട്. അത് കൂടാതെ ഇപ്പൊ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്താൽ തന്നെ ഒരു ജൂനിയറിന്റെ കീഴിൽ മറ്റുള്ളവർ ഇരിക്കുമോ? പിന്നെ മന്ത്രിമാര് നേതാക്കളാൽ സമ്പന്നമായ പാർട്ടിയാണ് കോൺഗ്രസ്. സതീശനെ സംബന്ധിച്ച് ഇത്രയും വർഷമായിട്ട് ഒരു മന്ത്രി പോലും ആയിട്ടില്ല. അത് ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ തന്നെയാണ്. മറിച്ച് ചെന്നിത്തല 24-ാം വയസ്സിൽ MLA ആയി, 28-ാം വയസ്സിൽ മന്ത്രിയായി. അല്ല KC ആണെങ്കിലും കേന്ദ്രമന്ത്രിയായി, സംസ്ഥാന മന്ത്രിയായി, കുറച്ച് നാളാണെങ്കിലും മുരളീധരൻ ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ. പക്ഷെ ഒരു കാര്യം, ഈ ഭരണപരിചയം എന്നുള്ളത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അനുഭവ സമ്പത്തും അതുപോലെ വിഷയങ്ങൾ പഠിക്കാൻ എല്ലാ ക്വാളിറ്റി ഉള്ള ഒരാൾ തന്നെയാണ് സതീശൻ. നമുക്ക് അല്ല, അത് മാത്രമല്ല ഒരു യങ് എന്നുള്ള നിലയിൽ തന്നെ അഖിലേന്ത്യാ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവാണ് സതീശൻ. അതുകൊണ്ട് പിന്നെ കോൺഗ്രസ് ആയതുകൊണ്ട് ഇതൊന്നും പറയാൻ പറ്റില്ല. കോൺഗ്രസിൽ എന്തും സംഭവിക്കാം. പക്ഷെ അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പറയുമ്പോൾ പോലും ഒരു BJP ഒക്കെ ഇപ്പോൾ മധ്യപ്രദേശിലും രാജസ്ഥാനിലൊക്കെ ചെയ്ത പോലെ അത്തരം ഒരു പരീക്ഷണങ്ങൾക്ക് അവർ തയ്യാറല്ല. ഈ 3-4 പേരിൽ ആർക്കും വരാവുന്ന ഒരു ഇതാണ്. മന്ത്രിമാരുടെ കാര്യത്തിലായാലും ഒരു കൂട്ടം നേതാക്കളുണ്ട്. ജയിച്ചതിൽ ശരിക്കും മന്ത്രിസ്ഥാനം കൊണ്ടൊക്കെ സീനിയർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. മുഖ്യമന്ത്രിയാകാൻ എന്തുകൊണ്ടും സീനിയോറിറ്റി, പാർട്ടിയിൽ സീനിയോറിറ്റി, ഭരിച്ച വകുപ്പുകളിലും പുള്ളി നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. ധനവും ആഭ്യന്തരവും ഒക്കെ ഭരിച്ചതാണ്. റവന്യൂ അല്ല വനം, റവന്യൂ, ആഭ്യന്തരം, ധനം എല്ലാം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒരു പരാതിയും കേൾപ്പിച്ചിട്ടുമില്ല. ഇല്ല, ഒരു അഴിമതിയും നടത്തി. ഈ TP ചന്ദ്രശേഖരന്റെ കേസ് സത്യത്തിൽ പാർട്ടികൾ കൊടുത്ത പ്രതികളാണ് ഇന്നവിടെ അതിനപ്പുറത്തേക്ക് കടന്ന് യഥാർത്ഥ പ്രതികളെ കണ്ടെത്തിയത് സത്യത്തിൽ തിരുവഞ്ചൂര് ആഭ്യന്തരമന്ത്രി ആയതുകൊണ്ട് മാത്രം. പിന്നെ ഇനി അടുത്ത പ്രശ്നം, ഈ മന്ത്രിസഭ അധികാരത്തിലേറ്റാൽ പോലും ഇവർ CPM പറഞ്ഞിരിക്കുന്ന വാഗ്ദാനങ്ങളുണ്ടല്ലോ, അതായത് KSRTCക്ക് ഫ്രീ, ഇതെന്തെല്ലാം സാമ്പത്തിക ബാധ്യതകളാണ് ഈ പുതിയ മന്ത്രിസഭയുടെ മേളിലേക്ക് വരുന്നതെന്നറിയുമോ? 1 ഇഞ്ച് അനങ്ങാൻ പറ്റാത്ത ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് ശരിക്കും ഈ മന്ത്രിസഭ കുടുങ്ങിക്കിടക്കുക അല്ലേ? ശരിയല്ലേ? ഇതെങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും? പണം കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ്. പണം കണ്ടെത്തുന്നതിന് നമ്മുടെ കടമെടുപ്പിന്റെ പരിധിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വിട്ടുപോയി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോക്ക് അപകടകരമാണ് എന്നുള്ള മുന്നറിയിപ്പ് കൊടുത്ത പല സ്റ്റേറ്റുകളുണ്ട്. അതിൻ്റെ കൂട്ടത്തിലാണ് കേരളം ഉള്ളത്. ഇപ്പം ഹിമാചൽ പ്രദേശിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ ശമ്പളം 30% ഹോൾഡ് ചെയ്യുക. തെലുങ്കാന ഒരു ഏകദേശം അതേ സമാനമായ. കേരളം
അതിനേക്കാൾ ബുദ്ധിമുട്ടിലേക്കാണ് പോകുന്നത്. കാരണം വെച്ചാൽ കേരളത്തിന്റെ അല്ല, അടുത്ത മാസം വരുമാനം കുറവാണ്. അടുത്ത മാസം ശമ്പളം കൊടുക്കാനുള്ള പൈസ ഇപ്പം നിലവിലില്ല. പൊതുവായിട്ട് വരുന്ന സർക്കാരിന് അത് എവിടെന്നെങ്കിലും കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അല്ല, നിലവിൽ എന്തെല്ലാം ആനുകൂല്യങ്ങളാ ഓരോരുത്തർക്കും അല്ല, ഇത് ഈ ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചിരുന്ന UDF പ്രഖ്യാപിച്ചിട്ടുള്ള സൗജന്യങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ക്ഷാമബത്ത അടക്കം എന്തുമാത്രം കുടിശ്ശിക വന്നിരിക്കുന്നത്. അല്ല, അതൊക്കെ എനിക്ക് തോന്നുന്നത് ഈ സമീപകാലത്തൊന്നും കൊടുത്തു തീർക്കാൻ കഴിയില്ല. യാഥാർത്ഥ്യം അതാണ്. ഒരു ഘട്ടത്തിൽ ഹിമാചൽ പ്രദേശിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിന്റെ മുഖ്യ വാഗ്ദാനം സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ തിരിച്ചു കൊണ്ടുവരുന്നുള്ളതായിരുന്നു. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എന്ന് പറഞ്ഞാൽ കാലാകാലം സർക്കാരിന്റെ ഏറ്റവും വലിയ ബാധ്യതയാണ്. ആ ഒരു വാഗ്ദാനം നടപ്പാക്കിയതാണ് സത്യത്തിൽ ഹിമാചലിനെ തകർത്തത്. അതുപോലെ ഇവർ ഈ പറയുന്നതിൽ KSRTC ഇപ്പം ജീവനക്കാർക്ക് കേസ് 1 വർഷത്തോളമായിട്ടുള്ള ശമ്പളം മര്യാദയ്ക്ക് കിട്ടി തുടങ്ങി. ഇന്നലത്തെ ഒരു അഭിമുഖത്തിൽ സതീശൻ പറയുന്നത് കേട്ടോ, ഞങ്ങളതിനെല്ലാം സോഴ്സ് കണ്ടെത്തി വെച്ചിട്ടുണ്ട്, ഇതിനെല്ലാം മറികടക്കാനായിട്ട് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടിനെയല്ല. സോഴ്സ് എവിടുന്നാ വരുന്നത്? സോഴ്സ് വായ്പ എടുക്കല്, കടപ്പത്രം ഇറക്കല്, ഈ 2 സോഴ്സേ കേരളത്തിന് മുന്നിലുള്ളൂ. അത്രേ ഉള്ളൂ. കേന്ദ്രത്തിൽ നിന്ന് അങ്ങനെ കൂടുതൽ വല്ലതും കിട്ടണമെന്നുണ്ടെങ്കിൽ പദ്ധതികൾ മാത്രമേ കിട്ടൂ. അല്ല, അതെ. പിന്നെ അത് ഒന്ന്. പിന്നെ രണ്ടാമത് ഇവർക്ക് നടപ്പാക്കാൻ ധൈര്യമില്ലാത്ത ഒരുപാട് ചെലവുകൾ വെട്ടിച്ചുരുക്കാം. അതെ. കാരണം ഒരാവശ്യമില്ലാത്ത കോർപ്പറേഷനുകൾ, ഒരാവശ്യമില്ലാത്ത കുറേ കമ്മീഷനുകൾ, ട്രൈബ്യൂണലുകൾ ഒക്കെ ഉണ്ട്, ഒരു കാര്യമില്ലാത്ത സംവിധാനങ്ങൾ. പക്ഷെ ഇത് നിർത്താൻ കഴിയില്ല. കാരണം പറയുമ്പോൾ ഈ മന്ത്രിസഭയിലും മറ്റും ഒരു പ്രാതിനിധ്യം കിട്ടാത്തവര്, പരാജയപ്പെട്ടവര്, ഇങ്ങനെ രാഷ്ട്രീയ നേതാക്കളെ കുടിയിരുത്താൻ കുറെ ലാവണങ്ങളുണ്ട്. ഈ ലാവണങ്ങളൊന്നും നിർത്താൻ ധൈര്യമില്ല പാർട്ടികൾക്ക്. അത് കോൺഗ്രസിനുള്ള CPM-നും ഇല്ല. CPM കൂട്ടി. PSC-യിലെ മെമ്പർമാരുടെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുക. കാരണം ഈ UPSC-യുടെ 3 ഇരട്ടി മെമ്പർമാരാണ് PSC-യിലുള്ളത്. അതുപോലെ 2016 മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് ശമ്പള വർധന നടപ്പാക്കിയത്. ആ ശമ്പളം കേട്ടാൽ നമ്മൾ സാധാരണ 2.25 ലക്ഷത്തോളം രൂപയാണ് ശമ്പളം ഒരു PSC മെമ്പർക്ക്. അതിന്റെ പകുതി തുക ജീവിതകാലം മുഴുവൻ പെൻഷൻ എന്ന് വെച്ചാൽ ഒരു ചീഫ് സെക്രട്ടറിക്ക് കിട്ടുന്നേക്കാൾ കൂടുതൽ ശമ്പളമാണ് 6 വർഷം ജോലി എടുത്ത PSC മെമ്പർക്ക് കിട്ടുന്നത്. ഇത് കൂടാതെ അവർക്കുള്ള മറ്റ് ആനുകൂല്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് പോലുള്ള ബെനിഫിറ്റ്സ്. അപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ ചെലവുകൾ കൂട്ടുന്നതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടക്കാർക്ക് സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി ചെലവുകൾ കൂട്ടുന്നതിൽ ഇടത് സർക്കാർ മത്സരിക്കുകയായിരുന്നു. അങ്ങനെ വലിയൊരു കാരണമായി നാട്ടുകാർ ഇതൊക്കെ കണ്ടോണ്ടല്ലേ ഇരിക്കുന്നത്. എല്ലാ വർധനകളും മുൻകാല പ്രാബല്യത്തോടെയായിരുന്നു. കാരണം വെച്ചാൽ അവര് കൊടുക്കേണ്ടത് ആശാവർക്കരെ പോലുള്ള സാധാരണക്കാരല്ല പറഞ്ഞേ, ഗവൺമെന്റ് പ്ലീഡർമാര് അല്ലെങ്കിൽ ഈ പറഞ്ഞ PSC മെമ്പർമാര്, അങ്ങനെയുള്ളവർക്കൊക്കെ ഈ നിയമവകുപ്പിൽ വലിയ തുക. ഗ്രാമങ്ങൾ തോറും ഗ്രാമന്യായാലയങ്ങൾ തുടങ്ങി. അവിടെ ശമ്പളം പോലും കൊടുക്കാൻ പറ്റാഞ്ഞിട്ട് പലതും അടച്ചുപൂട്ടിയിട്ടിരിക്കുക. എന്നിട്ട് അടുത്തുള്ള മുനിസിപ്പാണ് അതിൻ്റെ ചാർജ് വഹിക്കുന്നത്. എന്നാലോചിച്ച് നോക്കിയേ. അല്ല, ഇതെന്താ പ്രശ്നം വെച്ചാൽ ഈ ഫണ്ടൊന്നും കണ്ടെത്തിയിട്ടൊന്നുമല്ല. ഇപ്പം ഈ UDF ഇത് വെറുതെ വാചകടിക്കണതാണ് എന്നാ എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിലുള്ള സോഴ്സ് കണ്ടത് ഈ കേരളത്തിൽ അറിയാത്തൊരു സോഴ്സ് ഒന്നും ഇല്ല. അതെന്നാ അറിയാമോ, മറ്റേ ഞങ്ങൾക്കൊരു പ്ലാൻ ബി ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, ആ പ്ലാൻ ബി പോലെ ഉള്ളൂ. എന്താ പ്ലാൻ ബി എന്ന് ചോദിച്ചാൽ അത് ഉണ്ട് എന്ന് പറയുന്ന അതേപോലെ ഞങ്ങൾ ഇത് തന്നെ നടക്കുന്നത്. നമുക്ക് സാധാരണക്കാർക്ക് വിശ്വസിക്കാൻ ബജറ്റ് പുതുക്കണമല്ലോ. ബജറ്റ് പുതുക്കും. അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് കുറെ ഐഡിയാസ് അതിനകത്തുനിന്ന് കിട്ടുമെന്ന് വിചാരിക്കാം. ഈ കിഫ്ബിക്ക് സത്യത്തിൽ UDF എതിരാ. കിഫ്ബി ഏതാണ്ട് പതുക്കെ അവരതിനെ അങ്ങോട്ട് അവസാനം ഇത് ഇങ്ങനെ നിർത്തുന്നത്. ഇവർ ഒരുപാട് പദ്ധതികൾ എടുത്ത് നടത്തുന്ന റോഡ് വികസനം, സ്കൂള്, തൃപ്പൂണിത്തറ എറണാകുളം പൂത്തോട്ട റോഡ്, ഇതെല്ലാം എടുത്തിട്ട് അത്ര നാളുകൾ. അത് തന്നെയല്ല, നമ്മുടെ ഇപ്പൊ കേന്ദ്ര സർക്കാർ വലിയ തോതിൽ കടമെടുക്കുന്നില്ല എന്നാണ് ഒരു പകരം ചോദ്യം. അപ്പൊ അവരെന്ന് വെച്ചാൽ ഇപ്പൊ എടുത്ത് ദേശീയപാത വികസനം, ദേശീയപാത 6 വരിയാക്കുന്നു, കാശ്മീർ മുതൽ കന്യാകുമാരി വരെ എന്നൊക്കെ. ഈ ദേശീയപാതയുടെ വികസനം കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 വർഷത്തിനകം മുടക്കിയതിന്റെ ഇരട്ടി കാശ് ടോൾ പിരിവിലൂടെ കിട്ടും. അസമയം കിഫ്ബിയുടെ പ്രശ്നം എന്താ? കിഫ്ബി മുടക്കുന്ന കാശ് റീപ്രൊഡക്റ്റീവായ സെക്ടറിലല്ല, സ്കൂളിന്റെ ബിൽഡിംഗ് നന്നാക്കി, ആശുപത്രി കെട്ടിടം നന്നാക്കി, അതൊക്കെയല്ലേ. പക്ഷെ കാഴ്ചയിൽ ശരിയാണ്, നമുക്ക് കുറെ വികസനങ്ങൾ പോലെ ഫീൽ ചെയ്യുമെങ്കിലും ഇതൊക്കെ തിരിച്ചടയ്ക്കാനുള്ള ഒരു വരുമാനമില്ലാത്ത പദ്ധതികളാണ് മുടക്കുന്നത്. അപ്പോൾ എന്തായാലും പക്ഷേ ഈ സാമ്പത്തിക രംഗം ഒന്ന് ശക്തിപ്പെടുത്തി എടുക്കാനായിട്ട് UDF നന്നായിട്ട് അധ്വാനിക്കേണ്ടി വരും.
അല്ല, അതിനുള്ളൊരു വഴി കുറേ കാര്യങ്ങൾ ഡോക്ടർ ബി അശോകിനെ പോലുള്ള ആൾക്കാർ കൃത്യമായ രീതിയിൽ അങ്ങോട്ട് പറഞ്ഞ് വെച്ചിട്ട്, പൂർണ്ണമായിട്ടും പറഞ്ഞിട്ടില്ല. പുള്ളി ഈ ബഹളത്തിൻ്റെ ഇടയിൽ ഇലക്ഷന് ശേഷമാണ് പുള്ളി ഇത് പറഞ്ഞതെന്നുള്ളത് എന്തായാലും ഒരു LDF ഒരു ഗുണമായി. ഇല്ലായിരുന്നെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നി 35 സീറ്റും കിട്ടില്ല, ഒരു 5 സീറ്റും കൂടെ പോയേനെ. പക്ഷേ അശോക് പറഞ്ഞെന്തോ ഒരു ട്രാക്കിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അവിടെ തുടങ്ങുമോ UDF എന്നുള്ളതാണ് ഒരു പ്രശ്നം. അല്ല, അതൊക്കെ ഈ പറഞ്ഞ രീതിയിൽ അശോകിൻ്റെ ഒക്കെ ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ ആദ്യഘട്ടത്തിലൊക്കെ ചിലപ്പോൾ ഇവർ സ്വീകരിക്കും, നമുക്ക് കേൾക്കാനും സുഖം. പക്ഷേ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഇവരൊരു പൊതുവായൊരു രീതിയുണ്ട്, ആ രീതിയിലേക്ക് മാറും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ എളുപ്പത്തിൽ ശത്രുപട്ടികയിൽ പെടുത്തും. അപ്പോൾ അത് കാരണം ഇത് എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ UDF ഒരുപാട് കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ റവന്യൂ ജനറേറ്റ് കുറവുള്ള സംസ്ഥാനം, ജനറേഷൻ വളരെ കുറവാണ്. ഈ സംസ്ഥാനത്തിന് താങ്ങാവുന്നതിനേക്കാൾ വലിയ വാഗ്ദാനങ്ങൾ ഒക്കെയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതൊക്കെ എത്രത്തോളം നടപ്പാക്കാൻ പറ്റും, അതിലുള്ള വലിയൊരു ചലഞ്ചാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. KSRTCയും KSEBയും തന്നെ എനിക്ക് തോന്നുന്നു ഡിപ്പാർട്ട്മെന്റുകൾ, അതിനകത്ത് പ്രത്യേകിച്ചും KSRTCയും KSEB വലിയ ബാധ്യത. KSEB വലിയ ബാധ്യതയാണ്. KSRTC പിന്നെ സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കാമെന്ന് ഇവർ ഓഫർ കൊടുത്തിട്ടുണ്ടെങ്കിലും അത് കുറേ ഓർഡിനറി അങ്ങ് നിർത്തി കഴിഞ്ഞ് ഓർഡിനറി മാത്രം സൗജന്യം ഓർഡിനറി മാത്രം എന്ന് വേണേൽ ചുരുക്കാം. അതായിരിക്കും അവരുടെ ലക്ഷ്യം. അപ്പം അത് പക്ഷേ ഒരു കാര്യമുണ്ട്, ഇത് പ്രതിപക്ഷത്ത് CPM ആയതുകൊണ്ടും എളുപ്പത്തിൽ ഈ വാഗ്ദാനങ്ങളിൽ സ്കിപ്പ് ചെയ്ത് പോകാൻ പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ തുടങ്ങും. അവർ പറഞ്ഞ വാഗ്ദാനം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് സൗജന്യം എന്നൊരു ഇതാണ്. അതിൻ്റെ അകത്ത് യാതൊരു ക്ലോസും കർണാടകത്തിലും പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. അവർ കൃത്യമായി പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ ഈ അടുത്ത കാലത്ത് അവിടെ പോയി കഴിഞ്ഞപ്പോഴേ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ആധാർ കാർഡ് കാണിച്ചു കൊടുത്ത് അവർ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ KSRTC വളരെ വളരെ ദുർബലമായ അവസ്ഥയിലാണ്. ഒരു സഞ്ചിത നഷ്ടം എന്ന് പറഞ്ഞാൽ 10,000 കോടി രൂപയെ കൂടുതലുണ്ട്. അതുകൂടാതെ ഓപ്പറേഷണൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടം അതും വേറെ ഉണ്ട്. കിലോമീറ്ററുകളുടെ ഇത് കൂടാതെ ഓരോ വർഷം കൂടി വരുന്ന റിട്ടയർ ജീവനക്കാരുടെ പെൻഷൻ കൊടുക്കേണ്ട ഒരു ഇത്. ഇനി ഇതിനെ പഴയ ബസ്സുകളൊക്കെ മാറ്റാനുള്ള സമയമായി. സർക്കാർ ജീവനക്കാരും പെൻഷനേഴ്സും അഭിമുഖീകരിക്കുന്ന വേറൊരു പ്രശ്നമുണ്ട്, മെഡിസെപ്പ്. ഈ മെഡിസെപ്പ് കാശ് നേരത്തെ 500 രൂപയായിരുന്നു പെൻഷനേഴ്സിന് എടുക്കുന്നത്, അതിപ്പോൾ 100 കൂടി കൂട്ടിയിട്ട് 600 മറ്റേ അങ്ങനെ എന്തോ ആണ്. ഇതൊന്നും ഇവർക്ക് യാതൊരു പ്രയോജനം ലഭിക്കുന്നില്ല. ഒരു ഹോസ്പിറ്റലിലെയും മെഡിസിൻ. ഞാനൊരു കാര്യം പറയാൻ ചേട്ടാ, ഇവരിപ്പോൾ ഇതിൻ്റെയൊക്കെ പേരിൽ ഇതൊക്കെ LDFൻ്റെതാണെന്ന് വിചാരിക്കുക പദ്ധതി. ഇതിൻ്റെയൊക്കെ പേരിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇവരിപ്പോൾ സമരം തുടങ്ങും. നാളെ DYFI SFI കേരളത്തിൽ പ്രിൻസിപ്പൽമാരെ നിയമിക്കാത്ത എന്താണ്, കേരളത്തിൽ വൈസ് ചാൻസലറെ നിയമിക്കാത്ത എന്താണ്, സ്കൂളുകൾ എന്താ നന്നാവാത്തത്, പാമ്പിനെ പിടിക്കാത്ത എന്താണ്, അവര് പറഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് എന്തിനൊക്കെ ചീത്ത കേട്ടോ ആ കാര്യങ്ങളിലൊക്കെ ഇവര് തിരിച്ച് ഒരു 2-3 മാസം കൊണ്ട് ഇതങ്ങ് മറക്കും. ഇടതുപക്ഷം ഭരിക്കുന്ന കാലത്ത് ക്ലാസ് റൂമിൽ പാമ്പ് കടിയേറ്റ് വിദ്യാർത്ഥി മരിച്ചിട്ടുണ്ട്. 100 കണക്കിന് ചികിത്സ കിട്ടാതെ രോഗികൾ മരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ തെറ്റായ ചികിത്സ കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും വലിയ ഇഷ്യൂ ആയിട്ട് എടുക്കാൻ UDF കഴിഞ്ഞിട്ടില്ല. UDF എന്താണ്, UDF ഒരു സമരമുഖത്ത് വലിയ സജീവമായിരുന്നില്ല. അപ്പം കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ഈ 5 വർഷത്തിനിടെ നടന്ന ഏറ്റവും ശക്തമായ സമരം ആശാ വർക്കർമാരാണ്. ആശാ വർക്കർമാർ രാഷ്ട്രീയമായി സംഘടിച്ചല്ല, അവരൊരു സമരമായി അവർ തന്നെ സംഘടിപ്പിച്ച് അവര് പിന്തുണ കൊടുത്തു കാണാം. പക്ഷെ അത്രേ ഉള്ളൂ. അപ്പൊ രാഷ്ട്രീയ സമരങ്ങളൊന്നും കാര്യമായിട്ട് കഴിഞ്ഞ 5 വർഷം ഉണ്ടായിട്ടില്ല. പക്ഷെ അത് വരാനുള്ള എല്ലാ സാധ്യതകളും. പക്ഷെ തിരിച്ച് വരുന്ന 5 വർഷം ഇതായിരിക്കില്ല അവസ്ഥ. വീണ്ടും പഴയ 10 വർഷത്തിന് മുമ്പ് ശക്തമായ സമരത്തിനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. ഹർത്താലുകളുടെയൊക്കെ ബഹളമായിരിക്കും. അല്ല, ഒരു പക്ഷേ മണ്ഡല പുനർനിർണയം അഖിലേന്ത്യാ തലത്തിൽ നടക്കുകയും പാർലമെന്റ് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും കൂടെ ഒന്നിച്ചു വരികയും ചെയ്യുകയാണെങ്കിൽ ഈ സർക്കാരിന് ഒരു 3 വർഷത്തിൽ കാലാവധി കിട്ടുള്ളൂ. അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് CPM അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇതിനെ എതിർക്കുന്ന CPM ഇപ്പൊ ഈ സർക്കാർ 3 വർഷം ഇരുന്നാൽ മതി എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും മനസ്സിൽ. പുതിയ മന്ത്രിസഭയിലേക്ക് ഉള്ള മന്ത്രിമാരുടെ എണ്ണത്തെക്കുറിച്ചാണ് ഇനി ഈ വരും ദിവസങ്ങളിലുള്ള ചർച്ചകളും തർക്കങ്ങളും. 21 പേരെ പറ്റും. ഒരു സ്പീക്കറും ഒരു ഡെപ്യൂട്ടി സ്പീക്കറും, ഇത്രയല്ലേ സർക്കാർ. സമവാക്യങ്ങള് ഇതെല്ലാം ഈ ചെറിയ ചെറിയ ഘടകകക്ഷികൾക്കൊക്കെ മന്ത്രിസ്ഥാനം കൊടുക്കും. മുസ്ലിം ലീഗിന് ഇപ്പൊ 6 മന്ത്രിസ്ഥാനം കൊടുക്കുന്നു മറ്റു പറഞ്ഞു. ഈ CPM കഴിഞ്ഞ മന്ത്രിസഭയിൽ പരീക്ഷിച്ചൊരു കാര്യമുണ്ട്. ഘടകകക്ഷികൾക്ക് 2.5 വർഷം വെച്ച് കൊടുത്ത് 4 ഘടകകക്ഷികളെ അത് ചെയ്തു. അത് സത്യത്തിൽ ഇവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ആദ്യം 2.5 വർഷം 2 പേർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ 3 പേർക്ക് കൊടുക്കുക, അടുത്ത 2.5 വർഷം ആ ഒരു ഫോർമുല അവർക്ക് പരീക്ഷിക്കാവുന്നതാണ്. കോൺഗ്രസ് 12 മന്ത്രിമാരെന്നോ
മറ്റേ ഇന്നിപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ആയിരിക്കാം. തീരുമാനം. ആ അഞ്ച് ഫോർമുല മന്ത്രി ആയിരിക്കും എന്തായാലും മിക്കവാറും ലീഗ് പരീക്ഷിക്കാൻ ലീഗ് സാധ്യത. 6 ലീഗ് ലീഗിന് 5 മന്ത്രി നേരത്തെ ക്ലെയിം ഉള്ളതാണ്. അവർ ചിലപ്പോൾ ഒരുപക്ഷെ ഒരു ഡെപ്യൂട്ടി സ്പീക്കറെ കൂടെ കിട്ടിയാൽ ചിലപ്പോൾ അവർ ചിലപ്പോൾ, കാരണം കെ രമയെ പോലുള്ളവരെ ചിലപ്പം മന്ത്രിയാക്കാൻ കോൺഗ്രസിന് പൊളിറ്റിക്കലി താല്പര്യം കാണും. കാരണം CPM ഒരടിയും കൂടെ ആണല്ലോ രമ മന്ത്രിയായാലേ. അപ്പോൾ ഒരു വനിതാ പ്രതിനിധിയുമാവും, മലബാറിന്റെ പ്രതിനിധിയാവും. എന്തായാലും ഈ 2.5 വർഷം ഫോർമുല ചിലപ്പോൾ നടപ്പാക്കി ചിലപ്പോൾ വരാനുള്ള കോൺഗ്രസ് മന്ത്രിമാരില് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കെ മുരളീധരൻ, ചെന്നിത്തല, അല്ലെങ്കിൽ രമേശൻ, അല്ലെങ്കിൽ സതീശൻ. വനിത ചിലപ്പോൾ ബിന്ദു കൃഷ്ണയ്ക്ക് ചിലപ്പോൾ ഒരു അവസരം വേണേൽ കൊടുക്കാം. കാരണം അവർ കുറേ നാളായി ഇതിന്റെ ചെറുപ്പക്കാർക്ക് പിന്നെ ഇതിന് പുറമെ ജില്ലാ പ്രാതിനിധ്യം, സമുദായ പ്രാതിനിധ്യം നോക്കണം. ഈ പറയുന്നത് നമ്മൾ മുതിർന്ന കോൺഗ്രസ് നേതാവെന്ന രീതിയിലല്ല, നേതാക്കൾ എന്ന രീതിയിലല്ല. പക്ഷേ ഇതുപോലെ യുവത്വത്തിന് പ്രാധാന്യം വേണം, പ്രാതിനിധ്യം വേണം, വനിതയ്ക്ക് വേണം, മലബാറിന് വേണം, ജില്ലകൾക്ക് വേണം. ഇതൊക്കെ വരുമ്പോൾ ഇതും ഒരു തലവേദന തന്നെയാണ്. പക്ഷെ എന്നാലും അതൊക്കെ പരിഹരിച്ചെടുക്കായിരിക്കും. പക്ഷെ ഈ പറയുന്ന ഇത്തരം ഘടകകക്ഷികളെ കൂടെ കൂടുന്നതിന്റെ ഒരു അപകടവും കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഇതാണ്. CP ജോൺ ഒറ്റയ്ക്കാണെങ്കിലും CP ജോണിന് ഒരു മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടി 2.5 വർഷമെങ്കിലും കൊടുക്കേണ്ടി വരും. തോന്നുന്ന CP ജോൺ ധനകാര്യമന്ത്രി അത്ര പ്രധാനപ്പെട്ട വകുപ്പ് കൊടുക്കില്ല. കോൺഗ്രസ് കലാപം ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാല് കഴിവ് മാത്രമല്ലോ, കാരണം കഷ്ടപ്പെട്ട് പണിയെടുത്ത് എന്ന രീതിയിൽ ചിലപ്പോൾ സഹകരണം പോലെ MV രാഘവൻ പണ്ട് കൊടുക്കാം. അപ്പൊ എന്തായാലും നമുക്ക് കാര്യങ്ങൾ ഒരുപാട് കാത്തിരിക്കാൻ നേരമില്ല കേട്ടോ. കാരണം 23 വരെ ഉള്ളൂ. 23 മുമ്പ് ഈ കേരള രാഷ്ട്രീയം 26 സത്യപ്രതിജ്ഞ നടക്കണം. അല്ല 26 23 മുമ്പ് ഗവർണർ കാണാം. അപ്പൊ ഈ ഗവർണർക്ക് തമിഴ്നാട്ടിലും പോകണം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ഗവർണർ തന്നെയാണ് മുഖ്യമന്ത്രി തമിഴ്നാട്ടിലെ. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ ആദ്യ കടമ്പ എന്ന് പറഞ്ഞാൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ നടപ്പാക്കുമെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ യൂത്തിനെയും വനിതകളെ കൂടെ നിർത്താൻ കഴിയുന്ന ആകർഷകമായ ചില പ്രഖ്യാപനങ്ങൾ നടത്തേണ്ടി വരും. ഈ പറഞ്ഞ മാതിരി വാഹനങ്ങളുടെ ഓൾട്ടറേഷൻ പോലെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അതെ അങ്ങനെ അതിന്റെ നിയമപരമായ വശങ്ങളൊക്കെ പരിശോധിക്കേണ്ടി വരും. എന്നാൽ പോലും യൂത്തിനൊപ്പം നിർത്താവുന്ന കുറച്ച് കാര്യങ്ങൾ വേണ്ടി വരും അങ്ങനത്തെ കാര്യങ്ങൾ. പക്ഷെ അതുപോലെ തന്നെ അതെ, അതുപോലെ തന്നെ ഇപ്പം കേരളത്തിന്റെ ഒരു പ്രധാന റവന്യൂ എന്ന രീതിയിൽ മറ്റേ ടൂറിസം മേഖലയിലൊക്കെ കുറേ അധികം പരിഷ്കാരങ്ങൾ, അത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ തീരുമാനം എടുക്കേണ്ടത്. അതുപോലെ ഈ സർക്കാർ തലത്തിലെ സർക്കാർ ഓഫീസുകളിൽ മുഴുവൻ ടെമ്പററി ബേസിൽ ആൾക്കാരെ എടുത്ത് വെച്ച് അതൊക്കെ മാറും. PSC നിയമനം സ്വാഭാവികമായിട്ട് ഇതെല്ലാം മാറും. ഓട്ടോമാറ്റിക്കലി മാറേണ്ടതാണ്. പക്ഷേ UDF-നെ സംബന്ധിച്ചിടത്തോളം കടുംപിടുത്തം ഇക്കാര്യത്തിൽ സാധാരണ കാണിക്കാറില്ല. എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. ഇനി പൂരമായിരിക്കും കാണാൻ പോകുന്ന പൂരം. ഭരണത്തിന്റെ പൂരം, പ്രതിപക്ഷത്തിന്റെ പൂരം. പിണറായി വിജയൻ നിശബ്ദനായി മാറാനുള്ള എല്ലാ സാധ്യതകളുമാണ് ഇപ്പം നമുക്ക്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതിപ്പോ ഒരു ഒരു പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിലോ MLA എന്ന രീതിയിലോ അധികം സമയം സഭയിലേക്ക് വരാനോ ഒന്നും ഉണ്ടാവില്ല. പുള്ളിയൊരു മുതിർന്ന നേതാവ് ഒതുങ്ങി അങ്ങോട്ട് ഇരിക്കാനായിരിക്കോ. കാരണം പുള്ളി ഒരു ഗൈഡൻസിന് പോലും അങ്ങനെ നിൽക്കാൻ ഇനി സാധ്യതയില്ല. കാരണം അത്രത്തോളം അപമാനിതനായിട്ടാണ് ശരിക്കും പുറത്തേക്ക് പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഒന്നുകൂടി ഇരിക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഒന്നുകൂടി ഇരിക്കാം.